എല്ലാവർക്കും ജയ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരു 10 മണി ആയി കാണും. ഞാൻ എൻ്റെ തലയിൽ മൈലാഞ്ചിയൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കരിയപ്പല നിറയെ ഈ ഉറുമ്പ് കയറിയിരിക്കുന്നത്. ഞാൻ മുകളിലും ഉണ്ട് കേട്ടോ, മൊത്തം ഉറുമ്പ് കയറി അങ്ങ് ഇരിക്കുകയാണ്. എന്താ ചെയ്യുക? ഞാൻ വിചാരിച്ചിനി ഇത് പോക്കായിരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ മണ്ണിന് എന്തെങ്കിലും കീട ഉണ്ടോ എന്നെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇളക്കി നോക്കി. അപ്പോൾ ഇതെനിക്ക് വലിച്ചു വീരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മോനെ വിളിച്ച് അവനാണിത് വലിച്ചു വന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഉറച്ചങ്ങിരിക്കുമല്ലേ, എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ അവനെ വിളിച്ച്, അവനും പറ്റുന്നില്ല കേട്ടോ. ഉണ്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വലിച്ചു. അപ്പോൾ ഇത് ഞാൻ ഊരി നോക്കി. ചിലപ്പോഴുണ്ടല്ലോ ഇതിൽ എൻ്റെ തലയിൽ മൈലാഞ്ചിയൊക്കെ ഇരിക്കുന്നുണ്ടോ, ചിലപ്പോൾ ഇതിൽ വല്ല എന്താ പറയുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയത്തില്ലല്ലോ ഈ മണ്ണിന്. അതിൻ്റെ ഒരു കല്ലെടുക്കുകയാണ് കേട്ടോ. ഈ ചെടിച്ചെടിയുടെ നാട് കോട്ടയിൽ കല്ല് വെക്കും, അതറിയോ? മണ്ണ് കയറി അടിഞ്ഞാലേ വെള്ളം താഴേക്ക് പോവില്ല, അധികമുള്ള വെള്ളം. അതുകൊണ്ടാണ് ചെടിയുടെ ഓട്ട ഭാഗത്ത് ഒരു കഷ്ണം ഓടോ എന്തെങ്കിലും കല്ലോ വെക്കുക. ഇങ്ങനെ സൈഡിലത്തെ മണ്ണെല്ലാം ഞാൻ അരിഞ്ഞ് കളയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് മണ്ണിതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് അങ്ങോട്ട് പുതിയ മണ്ണൊക്കെ ഇട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് ഈ ഉറുമ്പ് കയറുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അപ്പുറത്തെ അമ്മാമ്മയോട് ചോദിച്ചു ഇതുപോലെ ഇങ്ങനെ ഉറുമ്പ് കയറുന്നെന്ന്. അപ്പോൾ അമ്മാമ്മ പറയുന്നത് മധുരമുള്ള എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മധുരമുള്ള ഒന്നും അങ്ങനെ ഇതിലങ്ങനെ ഒഴിക്കില്ല ഞാൻ. അങ്ങനെ ഞാനതെടുത്ത് മോനെ കൊണ്ട് തന്നെ വെപ്പിച്ചിട്ട്, ഇതൊരു വെയിറ്റുള്ള സാധനമാണ്. ഇനി ബാക്കിയുള്ള മണ്ണുണ്ട്, മണ്ണപ്പോൾ പുതിയ മണ്ണും വേറെ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത മണ്ണും ഒക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താണ് ഞാൻ പിന്നീട് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇതാണ് ഇത് ചാണകമൊക്കെ ഉണ്ട്. പിന്നെ മണ്ണൊക്കെ ഇട്ട് ഇടയ്ക്ക് സൈഡൊക്കെ ഉള്ളെടുത്ത് അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ വെച്ച് പ്രസ് ചെയ്യണം, ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. ആകെ ഒരു കൂട് കരിയേപ്പിലയുള്ളൂ. ഞാൻ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നേ. അതിൻ്റെ കൂടെ ആ കരിയേപ്പിലയുടെ കൂടെ തന്നെയാണ് ഇതാ ഈ തക്കാളിത്തെ. ഞാൻ വിചാരിച്ച ഒരു ചെടിച്ചട്ടി എടുത്ത് എൻ്റെ ഹോളിലും 2 കല്ലൊക്കെ എടുത്ത് വെച്ച്, കല്ല് തന്നെ വെക്കണം കേട്ടോ. കല്ല് എന്തെങ്കിലും കല്ല് ഓടോ മതി. ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി കിടക്കുന്ന മണ്ണൊക്കെ ഞാൻ എടുത്തിടുകയാണ്. ആ തക്കാളി തൈ നടാനേ എൻ്റെ തണ്ട് അട്ട ഈ മണ്ണിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ വന്നേക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയൊന്നും. ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ നട്ടിട്ട് ഞാനൊരു 2 ആഴ്ചയോളം ആയി ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴും ഉറുമ്പ് മാറുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്കില്ലേ, അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറേ സ്പ്രേ ചെയ്ത് നോക്കി ആ കരിയേപ്പിലയ്ക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കിയിട്ടും പിന്നെയും ഉണ്ട് ഉറുമ്പ്. അങ്ങനെ മണ്ണൊക്കെ നിറച്ചിട്ട് അതിൽ ഞാൻ തക്കാളി തൈ നട്ടു. പക്ഷെ അത് വാടിയിരിക്കും ഇപ്പോൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എന്താണ്ട വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്പ്രേ ബോട്ടിലാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. ഞാനതെടുത്ത് സ്പ്രേ ചെയ്യുകയാണ്. ഉറുമ്പുണ്ടോ
കാണുന്നുണ്ടോ? കണ്ടോ? അതിലൊരു വെളുത്ത ഒരു പൂപ്പൽ പോലെ വന്നങ്ങ് അടിഞ്ഞങ്ങ്. അതിനെ തിന്നെ ഈ ഉറുമ്പുകൾ വന്നങ്ങ് ഇരിക്കുക. ഞാൻ സ്പ്രേ ചെയ്യുക, പക്ഷെ ഒരു രക്ഷയില്ല. ഇനി ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ കരിവേപ്പില പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കരിവേപ്പില പുറത്തുനിന്ന് മേടിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ കല്ലിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. ഞാൻ ആ വിളക്ക് മേടിച്ചില്ലേ, ഗണപതി വിളക്ക്, അതാണ് ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അയലത്തുകാരും ബന്ധുക്കളും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും വന്നിട്ടുണ്ട്. ഇദ്ദേഹമാണ് വാസ്തു ഞങ്ങളുടെ വീടിൻ്റെ നോക്കിയതൊക്കെ, കുറ്റിയടിച്ചതും. വാസ്തു നോക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് രമേശൻ. ഇതാ ആയി വരുന്നത് കേട്ടോ, ആയി വരുന്നതാണ് രമേശൻ. അപ്പോൾ കുഴിയിൽ ഇറങ്ങിക്കുന്നില്ലേ, പുള്ളിയുടെ പേരാണ് ശശി. ശശിയാണ് ഞങ്ങൾക്ക് വീട് നിർമ്മിച്ച് തരുന്നത്. അപ്പോൾ രമേശൻ കല്ല് അരിയൻ്റെ കൊടുത്തു. അപ്പോൾ പുള്ളി അത് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അരിയൻ്റെ അച്ഛനാണ്. രമേശൻ പറയാണ് തിരിഞ്ഞ് കല്ല് കൊടുക്കാൻ. അപ്പോഴത്തേക്കും ഇത് മരിയേണ്ട ബന്ധുക്കളാണ് ഈ കല്ലിലൊക്കെ തൊട്ട് തൊഴുകുന്നത്. അപ്പോൾ എല്ലാവരും തൊഴുത് കഴിഞ്ഞു. ഇനി കൊടുക്കുകയാണ് കേട്ടോ ശശിയുടെ. ശശിയാണ് ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കി തരുന്നത്. അപ്പം അരിയേട്ടൻ കല്ല് ആ ശശിയുടെ കൊടുത്തു. ശശി വെക്കുകയാണ് കേട്ടോ. കല്ലൊക്കെ ഇട്ടു. രാവിലെ ആയിരുന്നു ഈ കല്ലിടിയിൽ നടന്നത്. അതായത് 7:15 8:15 ഇടയ്ക്ക്. അന്ന് തന്നെയാണ് കിണറും കുഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും ഉടനെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് മഴയല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചവരത് ഇങ്ങനെ വെക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കിണർ ഇത്രയൊക്കെ കുഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കട്ടയൊക്കെ ഇറക്കുകയാണ്. വണ്ടിയൊക്കെ വന്ന് കട്ടയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി കേട്ടോ. ഞങ്ങളുടെ വണ്ടി പുക പരിശോധനയ്ക്ക്, ഇത് മാങ്കാങ്കുഴി തന്നെയാണിത് കേട്ടോ. ഇപ്പം പുക പരിശോധന കേന്ദ്രം. അപ്പോൾ അത് ചെയ്യുക. ഇതാണ്ടിത് കണ്ടോ, അതിൽ വെച്ചിട്ടുണ്ട് ഒരു വയറിൻ്റെ അറ്റം ആ പുകക്കുഴലിൽ. ഇനി ഹരിയേട്ടൻ അതേ കയറി സ്റ്റാർട്ട് ചെയ്യും. അവരതിൻ്റെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വാഹന പുക കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടാണിതൊക്കെ. അതിപ്പം പുള്ളി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഒട്ടും പുകയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹെൽമെറ്റ് താഴെ പോയി. എന്തായാലും ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു ഹെൽമെറ്റിന്. വണ്ടി ഇങ്ങോട്ടെടുത്ത് അതങ്ങ് തെറിച്ചു പോയി കയ്യിൽ നിന്ന്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ ഉടമസ്ഥൻ കുറച്ച് ചാമ്പക്കയും അതുപോലെ നെല്ലിപ്പുളി അതിപ്പം കാണിക്കുന്ന നെല്ലിപ്പുളി അതും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ തിണ്ണയ്ക്ക്. അങ്ങനെ ഞാൻ എന്താ ചെയ്യുക, അത് രണ്ടും ഞാൻ കഴുകി തന്നെ ഞാൻ അതുപോലെ അങ്ങ് വെച്ചിരുന്നു. പിന്നെ നേരം വെളുത്തിട്ടാണ് ഞാനിത് നല്ലതെല്ലാം എടുത്ത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തു. കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറ്റി. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ വെച്ച്. ഇത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചങ്ങ് തീർത്തു. ഇത് നെല്ലിപ്പുളിയും കുറച്ച് അങ്ങ് പനലാവുന്നു കേട്ടോ, പെട്ടെന്ന് പനലാവുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് കാച്ചാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു, കുറച്ച് ഉപ്പിട്ടു. എല്ലാം തുണി വെച്ച് തുടയ്ക്കണം കേട്ടോ. ഒരു വെള്ളപ്പശ ഇല്ലാതിരിക്കണം. ഇതെല്ലാം നെല്ലിപ്പുളി ഞാനത് ആറിയ ശേഷം ആ ഉപ്പ് കാച്ചിയത് ഞാൻ അതുപോലെ എടുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഉപ്പ് കാച്ചി ഞാൻ ഒഴിച്ചു. പക്ഷേ ഇത് ഞാൻ പിറ്റേ ദിവസം തുറന്ന് നോക്കി പതഞ്ഞിരിക്കുകയാണ്. എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നി ഇത് പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകും എന്നെനിക്ക് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് കുറച്ച് വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത്, അത് എൻ്റെ 1 കിലോയുടെ ബോട്ടിലാണ് കേട്ടോ ആ കുപ്പി. അപ്പോൾ ഇത് ഒരു എല്ലാം കൂടെ ചേർത്ത് കുറച്ചുണ്ട്, അതായത് ഒരു 10-20 പച്ചമുളക്, ഒരു 10-40 വെളുത്തുള്ളി അല്ലി, ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്ത് വെള്ളം തോർത്തി എടുക്കുകയാണ്. ഒരു കാര്യം വീണ്ടും മറന്നുപോയി, എണ്ണ ഒഴിച്ചില്ല. അതാണ് രസം. കണ്ടോണേ, കാണിക്കാൻ പോകുന്നത് ഞാൻ. പിന്നെ ശരിയാക്കി എടുത്തു കേട്ടോ. എണ്ണയൊക്കെ ഞാൻ കാച്ചി ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഞാൻ മേടിച്ചു, എന്നിട്ട് ഞാൻ അതങ്ങ് വിട്ടുപോയി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു കുഴപ്പമില്ല, വെളുത്തുള്ളി നല്ല പച്ചയ്ക്ക് തന്നെ, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല പച്ചയ്ക്ക് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ 2-3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇത് ഉലുവാപ്പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ. ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഉപ്പിലിട്ട നെല്ലിപ്പുളി അങ്ങോട്ട് ഇട്ട്. പക്ഷേ ഇതിന് ഒരു കാര്യം കിട്ടി, ഉപ്പൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചു. നന്നായിട്ട് ഞാൻ ചൂടാക്കി പറ്റിച്ചെടുത്തു. കാര്യം ഇതെനിക്ക് തോന്നുന്നത് ഇത് പൂത്തു പോകാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഒരാഴ്ചയായി സൂപ്പറായിട്ട് ഇപ്പോഴും ഒട്ടും കേടാകാതെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഒരു 1/2 സ്പൂൺ കായപ്പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. എൻ്റെ ഇത് കരിവേപ്പിലയൊക്കെ ഇടുക കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മുടെ നല്ലെണ്ണ ഇല്ലേ, അത് ഒരു 150 ഗ്രാം, 1/2 കിലോ നെല്ലിപ്പുളിക്ക് 150 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് 1 സ്പൂൺ. ഇത് നന്നായിട്ട് അതങ്ങോട്ട് ചൂടാക്കുക കേട്ടോ. അതങ്ങ് ചൂടാക്കുകയല്ല, അത് പൊട്ടണം. കടുക് നമുക്ക് നന്നായിട്ട് പൊട്ടണം കേട്ടോ.
അത് നന്നായി ആ ചൂടോടുകൂടി തന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ, നെല്ലിപ്പുളിയിലോട്ട്. പതുക്കെ ഒഴിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ. ഇതെന്താ ഞാൻ അങ്ങോട്ട് പോന്നേ? അച്ഛാ, കൈ പൊള്ളി കേട്ടോ. നല്ല ചൂടായിരുന്നു, ഞാൻ നല്ല കട്ടിയുള്ള തുണിയിലാണ് പിടിച്ചത്, എന്നിട്ടും കൈ പൊള്ളി. ആ ആവി, എണ്ണയുടെ ആവി അതാണ് വരുന്നത് നമ്മുടെ കയ്യിൽ. ഇത് ഞാൻ ഒരു കൈയിലേക്ക് മൊബൈലും ഒരു കൈ ചൂടെണ്ണയും കൂടി അത് ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ച്. കാര്യം അതിൻ്റെ സൈഡ് വക്കിലൂടി ഒഴുകി താഴേക്ക് വരും. അതിപ്പോൾ സ്റ്റവ് മൊത്തം വൃത്തിയിടാം. ഇവിടെ കാണാൻ വെച്ച് ഞാനത് വാഷ് ബേസിൻ്റെ അടുത്തോട്ട് കൊണ്ട് വെച്ചതാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, അങ്ങ് തുടച്ചങ്ങ് എടുത്താൽ മതി പെട്ടെന്ന്. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. എണ്ണയൊക്കെ കൊണ്ട് പിടിച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കാൻ വേണമെന്ന് വെച്ചാൽ, പക്ഷേ ഇത് മതി. കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇത് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്, നെല്ലിപ്പുളി. പേര് നെല്ലിപ്പുളിയാണോ എനിക്കറിയില്ല. ഈ സാധനം ഈ മരത്തേലൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പഞ്ചായത്തൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. കണ്ടോ, ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എവിടെ? ഞങ്ങളുടെ സൈറ്റിലേക്ക് പോവുകയാണ്. ചെറിയ മഴ, അവിടെ ചെന്നപ്പം കണ്ട കാഴ്ചയാണിത്. വണ്ടി വന്നതാണ് വൈകുന്നേരം കേട്ടോ, വൈകുന്നേരമായി 5-5:30 ഒക്കെ ആയി കാണും. ഉണ്ട് വഴി പൊതഞ്ഞു പോയി, മഴയൊക്കെ പെയ്തല്ലേ. വണ്ടി വന്നങ്ങ് ദേ ഇപ്പം ഇങ്ങനെയായി. അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട് കാണിക്കാം, അപ്പുറത്തെ സൈഡ് കാണിക്കാം. ഒരുപാട് നല്ലോണം താന്നു, ടയറിൻ്റെ പകുതിയും താന്നു. അതാ ഇപ്പുറ സൈഡ് ഞാൻ വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്ത് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് സൈഡ് ആ മതിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്തെ ഇഷ്ടിക അവർ ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കിണർ നോക്കുകയാണ്. ഇത്രയും കുഴിച്ചു. ഇടയ്ക്ക് മഴയാണ്, അപ്പോഴിവരം കയറും. നേരെ അങ്ങ് സന്ധ്യയായി. പിന്നെ ഒരു ഭാഗത്തെ ഇഷ്ടിക മൊത്തം അവരെ ഇറക്കി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണ്. ഇപ്പം കയറി അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നിരത്തിയ പാടൊന്നും പറയണ്ട. എത്ര വേസ്റ്റ് കൊണ്ട്, എത്ര ഒരു 2 ലോഡ് വേസ്റ്റ് കൊണ്ട് നിരത്തിയിട്ടുണ്ട്. 2 അല്ല, ഒരു 3 ലോഡ്. 1 ലോഡ് ബോറായിപ്പോയി, 2 ലോഡൊക്കെ ഇനിയും വേണം. 2 ലോഡെന്നാണ് പറയുന്നത്. ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിലൊക്കെ. പിന്നെ വണ്ടി ഇപ്പം കയറി അങ്ങ് പോകും. ഇതാ പോകുന്നു. നേരെ അപ്പോഴത്തേക്കും സന്ധ്യ. ഇവിടെ ലൈറ്റൊന്നും ഇല്ല, സൈറ്റിൽ ലൈറ്റൊന്നും ആയിട്ടില്ല. അതാ കയറിപ്പോന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിൽ വന്നു. പിന്നെ രാത്രിയായി കേട്ടോ. വീട്ടിൽ വന്ന് ഞാനിത് പിറ്റേ ദിവസം 11 മണിയൊക്കെ ആയിട്ടുള്ളൊരു തോരൻ വെക്കുകയാണ്. അതായത് ഒരു കൂമ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കുറച്ച് അമരപ്പയറാണ് കേട്ടോ. അതിൻ്റെ തോരൻ്റെ കാര്യങ്ങൾ അരയ്ക്കുകയാണ്. തോരൻ നമ്മൾ സാധാരണ തോരൻ വെക്കത്തില്ലേ, അതുപോലെ അരച്ചാൽ മതി. ആവശ്യത്തിന് പച്ചമുളക് ഇടുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി. ഇതെൻ്റെ ഹസ്ബൻഡ് ഓരോന്നോരോന്ന് കഴുകിയിടുകയാണ് കേട്ടോ. ഞാൻ പക്ഷേ ഓരോന്നോരോന്ന് ഇടുന്ന ആരാന്ന് ഇപ്പോഴും പിന്നീട് എനിക്ക് മനസ്സിലായത് അരിയേട്ടനാന്ന്. അപ്പോൾ ഞാൻ കൂമ്പ് തോരൻ കൂമ്പ് ഞാനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമല്ലേ, അതിച്ചിരി പണിയുള്ള പരിപാടിയാണ് കൂമ്പ് തോരൻ. അപ്പോൾ ഇത് അരിയേട്ടനാണ് ഈ ചെയ്യുന്നതൊക്കെ. എല്ലാം തോരനെല്ലാം ചതച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ ഞാൻ 5-6 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 4-5 പിന്നെ കുറച്ച് തേങ്ങ, ഇത്രയും ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു സവാള അരിഞ്ഞ് ഞാൻ ചീനിച്ചട്ടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂമ്പ് തോരനെല്ലാം അരിഞ്ഞ ശേഷം ഇതിലിച്ചിരി എണ്ണ കൈ തടവിയിട്ടേ എണ്ണ ഞാൻ തടവാൻ പോവാണ്.
ഇത് ഇങ്ങനെ അതിൻ്റെ കറ എടുത്ത് കളയണം. കൂമ്പ് കണ്ടത് അല്ലെങ്കിൽ വല കെട്ടി എങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഒരു പണിയേ ഉള്ളൂ. പക്ഷേ ഈ കൂമ്പ് തോരനൊരു ചുവയുണ്ട് അല്ലേ, അമരപ്പയറിന് ഒരു ചെറിയൊരു കയ്പുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് തോരൻ വെച്ച് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളൊരു സവാള എടുക്കുക, ഇച്ചിരി എണ്ണയൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് ഇടുകയാണ്. ഇതെല്ലാം അരിയെണ്ണയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് എന്തുവാ അതിൻ്റെ നൂലെടുത്ത് കളയുക കൂമ്പിൻ്റെ. ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് കൂമ്പിൻ്റെ ഈ നൂലെടുത്ത് കളയുക. അപ്പം ഞാനും അരിയണ്ണും കൂടെ ഈ തോരൻ വെക്കുന്നത്. എന്താ, നമ്മുടെ അമരപ്പയർ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ആദ്യം ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇടുക. അപ്പോഴും ഞാൻ അവിടെ നിന്ന് ആ കൂമ്പിൻ്റെ നൂലെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു ഇനി എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു ആ തോരനും കൂടെ ഇട്ടോ, അപ്പോഴത്തേക്കും ഞാൻ ഇതിപ്പോൾ ശരിയാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് അരിയണ്ണ അതങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ഞാനത് അതും കൂമ്പിൻ്റെ തോരനെല്ലാം ശരിയാക്കി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മേളിൽ തന്നെ ഞാനതങ്ങ് ഇട്ട്. പക്ഷെ ചീനച്ചട്ടി നിറഞ്ഞ് വളരെ സൂക്ഷിച്ചാണ് ഞാനിത് ഒന്ന് മിക്സ് ചെയ്യുന്നത് ഈ തോരൻ. അതിന് നമ്മുടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പം ജീരകപ്പൊടി മിക്കവാറും മറന്നുപോകും. ആവശ്യത്തിന് ഉപ്പ്, കറക്റ്റ് ജീരകപ്പൊടി മറന്നിട്ടുണ്ട് ഞാൻ. പക്ഷെ എല്ലാവരും ഇടുക കേട്ടോ, ജീരകപ്പൊടി മാക്സിമം കഴിക്കാൻ നോക്കുക. അത് വിട്ടുപോയി, അപ്പോൾ അത് ഇടുക കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ ഇതുപോലെ ഇട്ട് നിങ്ങളൊന്ന് നോക്കണം. എല്ലാം കഴിഞ്ഞ് ഞാനിത് അടച്ച് വെച്ചു, അടപ്പം വെച്ച്. പിന്നെയും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് തോരൻ വേവിച്ച് എടുക്കുക. ഞാൻ ജീരകപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അല്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് ഞാനത് ഇട്ടു. പക്ഷെ ജീരകപ്പൊടി ഇടണം കേട്ടോ, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.